വെൽക്കം ടു ഡ്രീം ഷോർ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ HSST കോമേഴ്സിൻ്റെ ക്ലാസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ HSST കോമേഴ്സിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഭാഗത്തു നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു 20 ക്വസ്റ്റ്യനോളമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നും അതുപോലെ തന്നെ അതിൽ ബാക്കി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ്, 20 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ എല്ലാ മൊഡ്യൂളിൽ നിന്നും കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. നോട്ട്സ് എല്ലാം, ക്വസ്റ്റ്യൻസ് എല്ലാം, ക്വസ്റ്റ്യനും ആൻസറും എല്ലാം എല്ലാവരും എഴുതിയെടുക്കുക. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആരും ഈ ആൻസേഴ്സും ക്വസ്റ്റ്യനും വിട്ട് കളയരുത്, നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾ HSST കോമേഴ്സിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലേലിസ്റ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് HSST കോമേഴ്സിൻ്റെ തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതാണ്. അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾക്ക് ഒട്ടും കമൻറ്റ് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾക്കിനി എങ്ങനെയുള്ള ക്ലാസ്സാണ് വേണ്ടത്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക. കമൻറ്റ് അല്ലെങ്കിൽ കമൻറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് വരുന്ന സമയത്താണ് കൂടുതൽ ഇനി പെട്ടെന്ന് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനമാണ് നിങ്ങളുടെ കമൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ആരും ഒരു കമൻറ്റും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോട്ട്സ് പ്രിപ്പറേഷനും വീഡിയോയുടെ എഡിറ്റിങ്ങും എന്നൊക്കെ പറയുമ്പോൾ അതിനുവേണ്ടി ഒരുപാട് സമയം വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നും വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ വൈകുന്നില്ല, ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Dash are instrument of short-term borrowing by the Government of India issued as promissory notes under discount. Treasury bills. Next question: percentage rate of return paid on a stock in the form of dividend is called yield. നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇടുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ ആൻസർ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ പറയാൻ വേണ്ടി ശ്രമിക്കുക. IDBI was converted into banking company in ഇയർ ആണ് ചോദിച്ചത്, 2004. Dash is the subsidiary of IDBI was set up under the separate set of Parliament on 2nd April 1990. SIDBI. Mudra Bank was announced in the year 2015. Mudra Bank has been set up as a subsidiary of SIDBI. The main purpose of Dash was to prevent and cure the problems of industrial sickness. IRCI. NHB established under recommendation of the committee headed by Dr. Rangarajan. In factoring, business sells its accounts receivable to a third party at a discount. All SFCs depends upon the rules and regulations of state government. The first SFC was established in Punjab. Dash was incorporated under SFC at 1951. KFC. Headquarters of KFC, Trivandrum. UTI was set up under the Act of Parliament in 1963. Discount and Finance House of India was set up in 1988. Next question: zero coupon bond is also known as
deep discount bond. The price specified as an option that the holder can buy or sell the underlying asset is called strike price. The amount paid for an option is called premium. Dash market deals in unlisted securities. Grey market. When purchases of securities are more than sale of securities, the market is called bullish. Another name for jobber is Taravaniwalas. അപ്പോൾ നമ്മളൊരു 20 ക്വസ്റ്റ്യൻ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അങ്ങനെ മൊത്തം നമ്മൾ 40 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്തു നിന്നും ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന്. ആ ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് HSST കോമേഴ്സിലുള്ള ഓരോ സബ്ജക്റ്റിൻ്റെയും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്